CPC എക്സാമിന് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ APCയിൽ നമ്മളൊരു അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണത് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. നമ്മൾ ഗൂഗിളിൽ APC എന്ന് ടൈപ്പ് ചെയ്ത് APC ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് തൊട്ട് താഴെ കാണുന്ന APC എന്ന് പറയുന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആകും. ഓൾറെഡി ഇതിനകത്ത് അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കയറാം. പുതുതായിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഉണ്ട്. നമ്മളിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ID-യും പാസ്വേഡും ഉണ്ടാവും. ഈ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അത് നിങ്ങൾ ഉറപ്പായിട്ടും എവിടെയെങ്കിലും കറക്റ്റ്ലി നമ്മളത് സൂക്ഷിച്ച് വയ്ക്കുക. കാരണം നമുക്ക് പല ആവശ്യങ്ങൾക്കും പിന്നീട് അത് ലൈഫ് ത്രൂ നമ്മളത് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ആവശ്യം വരും. ഇനി നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പേ ചെയ്യാം. കാരണം നമുക്കൊരു ഡോളർ എമൗണ്ട് കൺവേർഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഡെബിറ്റ് കാർഡുകൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് പേ ചെയ്യാം. അതർവൈസ് നിങ്ങൾ പഠിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്ത് തരും. അതർവൈസ് അല്ലാതെ നമ്മൾ വേറെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രെഡിറ്റ് കാർഡ് വെച്ച് മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പിനും നമ്മളൊരു എമൗണ്ട് കൊടുക്കണം, 2 അറ്റംപ്റ്റ് എക്സാമിനും ഒരു എമൗണ്ട് കൊടുക്കണം. കുറച്ച് നാൾ മുമ്പ് വരെ ഒരു അറ്റംപ്റ്റ് എക്സാംസും ഉണ്ടായിരുന്നു, മെമ്പർഷിപ്പ് പ്ലസ് ഒരു അറ്റംപ്റ്റ്. ഇപ്പം നിലവിൽ ഇനി അത് 2 അറ്റംപ്റ്റിലേക്ക് മാത്രം ആക്കുക എന്നുള്ള ഒരു മെയിൽസ് വന്നിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് പ്ലസ് 2 അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അത് അറൗണ്ട്ലി ഒരു 60 to 70 ആണ് ഇന്ത്യൻ മണി കൺവേർഷനിൽ വരുന്നത്. 60 to 70 എന്ന് പറയുന്നൊരു റേഞ്ചിലാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന പോലെ എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ചെറിയ ചേഞ്ചസ് വരാം. ഡോളർ എമൗണ്ടിൻ്റെ കൺവേർഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴും നമുക്ക് ആ ഒരു എമൗണ്ടിൽ ചേഞ്ച് വരാം. അപ്പോൾ അത് കൂടുതലും ആവാം. ഈ പേയ്മെൻറ്റ് നമ്മൾ അങ്ങനെ ചെയ്താലും നമുക്ക് ഡേറ്റ് എടുക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. കാരണം നമ്മുടെ മെയിലിലേക്കാണ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ APC അക്കൗണ്ടിലേക്കാണ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ലോഗിൻ ത്രൂ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂസർ ID പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് എൻ്റർ ആയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള സെൻറ്ററൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇപ്പം നിലവിൽ നമുക്ക് കേരളത്തിൽ കൊച്ചി ആൻഡ് കാലിക്കറ്റാണ് എക്സാം സെൻറ്റേഴ്സ് ഉള്ളത്. കുറച്ച് നാൾ മുന്നേ വരെ ട്രിവാൻഡ്രത്ത് അതുപോലെ തന്നെ തൃശ്ശൂരും അവൈലബിൾ ആയിരുന്നു. ഇപ്പം നിലവിൽ നമുക്ക് APC സൈറ്റുകളിലൊന്നും തന്നെ തൃശ്ശൂരും ട്രിവാൻഡ്രവും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ആ ഒരു സെൻറ്റേഴ്സിൽ എടുക്കാൻ പറ്റില്ല. ചിലർ നമ്മുടെ അടുത്ത് പറയും അവിടെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷനും ഇല്ല, നാളെ വരുമോ ഇല്ലേ, അങ്ങനെ നമുക്ക് ഒന്നും ഉറപ്പിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം നിലവിലുള്ള സെൻറ്റേഴ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേംലി ബുക്ക് ചെയ്യാൻ പറ്റും ഡേറ്റ് അനുസരിച്ചിട്ട്. പക്ഷേ ഈ പറയുന്ന ട്രിവാൻഡ്രം ആൻഡ് തൃശ്ശൂർ ഇപ്പോൾ അവൈലബിളി കാണിക്കാത്തത് കൊണ്ട് നമുക്ക് അവിടെ ആർക്കും തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. മേ ബി ഇൻ ഫ്യൂച്ചറിൽ വരാം. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ കൊച്ചി ആൻഡ് കാലിക്കട്ട് എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ട്, നിലവിൽ അവൈലബിൾ ആണ്. അവിടെയും നമ്മളിപ്പോൾ കൊച്ചിയിൽ എടുക്കണമെങ്കിൽ ബുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് വേറെയും കാലിക്കട്ടിൽ എടുക്കണമെങ്കിൽ ബുക്ക് ചെയ്യുന്ന പ്രോസസ്സ് വേറെയാണ്. ഒരേ മെത്തേഡിലല്ല ഈ പറയുന്ന 2 സെൻറ്റേഴ്സിലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് എങ്ങനെ കൊച്ചിയിൽ ബുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് മെയിലിൽ കൺഫർമേഷൻ വരും പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ APCയുടെ യൂസർ ID-യും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് വെക്കണം. ആ ഒരു യൂസർ ID-യും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ APC അക്കൗണ്ടിലേക്ക് എൻ്റർ ആകുമ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് 2 എക്സാം വൗച്ചർ റെഡീം ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ എക്സാം ഷെഡ്യൂൾ ചെയ്യണമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതിപ്പം കൊച്ചി ആണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും ഈ ഒരു ഓപ്ഷൻ ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് പോകാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റർ ആയതിന് ശേഷമാണ് ഇനി കൊച്ചി വേണോ കാലിക്കറ്റ് വേണോ എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ കൊച്ചി എടുക്കണമെങ്കിലും കാലിക്കറ്റ് എടുക്കണമെങ്കിലും ഈ ഒരു ഓപ്ഷൻ സെയിം ആണ്. ഇതിൽ ലെറ്റ്സ് ഗോ റെഡീം ചെയ്യാമെന്നുള്ള ലെറ്റ്സ് ഗോ അല്ലെങ്കിൽ തൊട്ട് താഴെ വരുമ്പോൾ റെഡീം എന്നൊരു ഓപ്ഷൻ വരും. റെഡീം കൊടുത്ത് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പോപ്പപ്പ് മെസ്സേജ് വരും. ആർ യു പ്ലാനിങ് ഓൺ ടേക്കിംഗ് യുവർ എക്സാം ഇൻ ഓൺ ഓഫ് യുവർ ഇന്ത്യ APC ടെസ്റ്റിംഗ് സെൻറ്റർ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു മെസ്സേജ് നമുക്ക് 3 സെൻറ്റേഴ്സിന് മാത്രമാണ് ബാധകം. ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി. ചെന്നൈയോ ഹൈദരാബാദോ കൊച്ചിയോ എടുക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കൊച്ചിയാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ യെസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം.
നിങ്ങൾക്ക് ഈ പറയുന്ന ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കാം. ഒരിക്കൽ നിങ്ങൾ നോ കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഈ പറയുന്ന സെൻറ്റേഴ്സ്, അതായത് ചെന്നൈയോ ഹൈദരാബാദോ കൊച്ചിയോ ഡയറക്റ്റ് എടുക്കാൻ ഓപ്ഷൻ ഒരിക്കലും വരില്ല. പിന്നീട് നിങ്ങൾക്ക് എപ്പോഴും റീഡയറക്റ്റിൽ ഇതല്ലാത്ത സെൻറ്റേഴ്സിൻ്റെ ഓപ്ഷനേ വരുള്ളൂ. എഗെയിൻ വീണ്ടും നിങ്ങൾക്ക് ഈ പറയുന്ന സെൻറ്റേഴ്സ് എടുക്കണമെങ്കിൽ APCയിൽ മെയിൽ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് അവൈലബിൾ ആക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ വരുള്ളൂ. അപ്പോൾ ഇത് നോ കൊടുക്കണമെങ്കിലോ യെസ് കൊടുക്കണമെങ്കിലോ മുൻകൂട്ടി ചിന്തിക്കുക. നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ് ഓപ്ഷൻസ് അവൈലബിൾ ആകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ APCയിൽ റിക്വസ്റ്റ് മെയിൽ കൊടുത്തിട്ട് വീണ്ടും ആക്സസ് നമ്മൾ വാങ്ങണം. ഒരു കാര്യം നിങ്ങൾ മുൻകൂട്ടി എപ്പോഴും ചെക്ക് ചെയ്തോളുക. നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെന്നൈ എടുക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും റിക്വസ്റ്റ് കൊടുത്താൽ നമുക്ക് കിട്ടും, ആക്സസ് കിട്ടും, കിട്ടില്ല എന്നല്ല. പിന്നെ നമ്മൾ വീണ്ടും ആ റിക്വസ്റ്റ് കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പല ടൈമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ 2 ദിവസം വന്നിട്ടുണ്ട്, ചിലപ്പോൾ 1 വീക്ക് മോർ എടുത്തിട്ടായിരിക്കാം നമുക്ക് ആക്സസ് കിട്ടുക എന്നുള്ളത്. സോ അപ്പോൾ അതുകൊണ്ടാണത് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു, ചെന്നൈയാണ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഹൈദരാബാദ്, കൊച്ചിയാണ് ചൂസ് ചെയ്തതെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഒരു പേജ് ഓപ്പൺ ആവുക. അവൈലബിൾ ഡേറ്റുകൾ, ടൈം, എത്ര സീറ്റ് ബാലൻസ് ഉണ്ട്, ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അവൈലബിൾ ഡേറ്റ് അവിടെ കാണാം, നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ഈ ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി ലൊക്കേഷനുകളിൽ ഒരൊറ്റ ടൈമേ അവൈലബിൾ ആയിട്ടുള്ളൂ, 10 AM. ഇതല്ലാത്ത സെൻറ്റേഴ്സുകളെല്ലാം മോർണിംഗ്, ന്യൂൺ എന്ന രീതിയിൽ എക്സാംസ് അവൈലബിൾ ആയിരിക്കും. ഇനി ഏത് ഡേറ്റ് ആണോ വേണ്ടത് അതിന് നേർക്ക് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വേറൊരു സെലക്ഷൻ പേജിലേക്ക് പോകും. അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കൊച്ചി സെൻറ്റേഴ്സിലേക്ക് ഡേറ്റ് എടുക്കാൻ സാധിക്കും. ഇത് കൊച്ചി, ചെന്നൈ, ഹൈദരാബാദിന് മാത്രമുള്ള ഓപ്ഷൻസാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതല്ല, നമുക്ക് മറ്റൊരു സെൻറ്ററിലാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വന്ന പോപ്പപ്പ് മെസ്സേജിൽ നമ്മൾ പറഞ്ഞല്ലേ നോ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കണം എന്ന്. അപ്പം നിങ്ങൾക്കൊരു മെയിലായിരിക്കും വരുന്നത്. മെയിൽ പോയി നോക്കുമ്പോൾ അവിടെ നോട്ടീസ് ടു ഷെഡ്യൂൾ എന്നായിരിക്കും മെയിലിൻ്റെ ഹെഡിങ് ഉണ്ടാവുക. ഈ മെയിലിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാനുള്ളൊരു ലിങ്ക് ഉണ്ടാവും. അതോടൊപ്പം അതിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും, നേരത്തെ നമ്മൾ APCക്ക് ലോഗിൻ ചെയ്ത് വെച്ചേക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും ആയിരിക്കില്ല. ഈ മെയിലിൽ തന്നെ ലിങ്കും അതിൻ്റെ ഒരു ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. ആ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുക. ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം നമ്മൾക്ക് വരുന്ന ഒരു പേജ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതുപോലെ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡേറ്റ് ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണോ സെർച്ച് ചെയ്യേണ്ടത് ആ ഡേറ്റ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ ഫോർമാറ്റ് പറയുന്നുണ്ട് മന്ത്, ഡേറ്റ്, ഇയർ ആണ് കേട്ടോ. അതായത് ഡേറ്റ് ആദ്യം ടൈപ്പ് ചെയ്യരുത്, മന്താണ് ആദ്യം, ഡേറ്റ് ഇയർ വൈസ് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കൺട്രി നിങ്ങൾക്ക് അവിടെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യ മാറ്റി കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ഗെറ്റ് ലൊക്കേഷൻസ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിൽ, ഇപ്പോൾ നിങ്ങൾ കൊടുത്തത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ ആ ഡേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്ലിയർ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഗെറ്റ് ലൊക്കേഷൻസ് ഉറപ്പായിട്ടും കൊടുക്കുക. ഗെറ്റ് ലൊക്കേഷൻസ് പറയുമ്പോൾ താഴെ ഇവിടെ ലൊക്കേഷൻസ് ഉണ്ട്. ആ ലൊക്കേഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലൊക്കേഷൻസും വരും. ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പം ഇന്ത്യയിലെ എല്ലാ ലൊക്കേഷൻസ്, പക്ഷേ നമുക്ക് ഇന്ത്യയിൽ ലൊക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലൊക്കേഷൻസും കംപ്ലീറ്റ് ഓഫ് ലൊക്കേഷൻസും നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അവൈലബിൾ ഡേറ്റുകളും ടൈമും എല്ലാം അവിടെ അവൈലബിൾ ആയിട്ട് വരും. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം. അപ്പോഴും ഓർക്കുക, കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ് ഈ പറയുന്ന ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കാണില്ല. നിങ്ങളിങ്ങനെ വന്ന് ഡയറക്റ്റ് നോക്കിയാൽ പോലും നിങ്ങൾക്ക് ഇവിടെ കൊച്ചി അവൈലബിൾ ആയിട്ട് കാണില്ല. കൊച്ചി നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡിൽ മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്കിതിനകത്ത് കേരളത്തിൽ നിന്നും കാലിക്കട്ട് മാത്രമേ അവൈലബിൾ ആയിട്ട് കാണിക്കുള്ളൂ. നിങ്ങൾ കൊച്ചി സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും കാലിക്കറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ ലെറ്റർ APCയിൽ നിന്ന് വരും. അത് ഹാൾ ടിക്കറ്റാണ്. ആ കൺഫർമേഷൻ ലെറ്ററിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ എക്സാം എഴുതാൻ നിങ്ങൾ ചൂസ് ചെയ്ത ഡീറ്റെയിൽസ്, ഡേറ്റ് എല്ലാം തന്നെ ഉണ്ടാവും. എക്സാമിന് പോകുമ്പോൾ ഈ ഒരു കൺഫർമേഷൻ ലെറ്ററും നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകണം. മുന്നെയൊക്കെ നമ്മൾ പ്രൂഫ് കയ്യിലായിരുന്നു കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി തന്നെ നമ്മുടെ ഫോണിൽ നിന്നും നമ്മൾ ഡിജിലോക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഈ ഡിജിലോക്ക് ആപ്പ് എന്നുള്ളത് ഇന്ത്യയിൽ
ഇന്ത്യയിൽ എക്സാം എഴുതുന്നവർക്ക് മാത്രമാണ് ബാധകം. ഔട്ട്സൈഡ് ഇന്ത്യയിൽ എഴുതുന്നവർക്ക് നിങ്ങൾക്ക് അവിടുത്തെ പ്രൂഫ് ഓഫ് എമിറേറ്റ്സ് ഐ ഡി പോലുള്ളവർ കയ്യിൽ തന്നെ കൊണ്ടുപോകാം. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ ഡിജി ലോക്കർ ആപ്പിൽ തന്നെ ആയിരിക്കണം, അത് മസ്റ്റിലെ ആധാർ തന്നെ വേണം. അപ്പം ഇന്ത്യയിൽ നിങ്ങൾ എക്സാം ഡേറ്റ് എടുക്കുന്നവർ എപ്പോഴും പ്രൂഫായിട്ട് ആധാർ തന്നെ സബ്മിറ്റ് ചെയ്യുക, ഡിജി ലോക്കിലും ആധാർ തന്നെ എടുക്കുക. അപ്പം എപ്പോഴും സബ്മിറ്റ് ചെയ്യുന്ന പേര് ആധാറിലുള്ളതാണോ എന്ന് കൺഫേം ചെയ്യണം, കാരണം പേരിൽ ചേഞ്ചസ് വരാൻ പാടില്ല. ഔട്ട്സൈഡ് ഇന്ത്യ എടുക്കുന്നവർ നിങ്ങൾ അവിടെ കൊടുക്കുന്ന പ്രൂഫ് പാസ്പോർട്ട് ആയിരിക്കുമല്ലോ, അപ്പോൾ പാസ്പോർട്ടിലുള്ള പേര് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പേരുകളിൽ ചേഞ്ച് ഉണ്ടാവരുത്. അപ്പോൾ ഇന്ത്യയിൽ എടുക്കുന്നവർ ആധാർ തന്നെ പ്രൂഫാക്കി വെക്കണം, അത് മസ്റ്റാണ്. അതിലുള്ള നെയിം തന്നെ പ്രൊവൈഡ് ചെയ്യുക. ഡിജി ലോക്കിലും നിങ്ങൾ ആധാർ തന്നെ കൊടുക്കുക. ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ളവർ പാസ്പോർട്ടിലെ പേര് തന്നെ കൊടുക്കുക. പോകുമ്പോഴും പാസ്പോർട്ട് എമിറേറ്റ്സ് ഐ ഡി കയ്യിൽ കരുതുക. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും, അതായത് ഔട്ട്സൈഡ് ഇന്ത്യക്കാർക്കാർക്കും ഡിജി ലോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ ഈ പറഞ്ഞ കൺഫർമേഷൻ ലെറ്റർ എല്ലാവർക്കും സെയിം തന്നെയാണ്. ഇനി ഇൻ കേസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിലാകുന്നവർക്ക് സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഡേറ്റ് എടുക്കുന്നതെങ്കിലും അത് ഇതേ ഫോർമാറ്റ് തന്നെയാണ് കേട്ടോ ഡേറ്റ് എടുക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 2 അറ്റംപ്റ്റിനാണ് നമ്മൾ എടുക്കുന്നത്. സോ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലാകുന്നവർക്ക് സെക്കൻഡ് അറ്റംപ്റ്റിനും ഇതേ പ്രൊസീജിയറിൽ തന്നെ ഡേറ്റ് എടുക്കാം. ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. നമ്മൾ APCയിൽ ആദ്യം ഞാൻ പറഞ്ഞു നമ്മളൊരു മെമ്പർഷിപ്പ് പ്ലസ് 2 അറ്റംപ്റ്റ് എടുക്കുന്നു. മെമ്പർഷിപ്പ് വാലിഡിറ്റി 1 ഇയർ ആയിരിക്കും. ഈ സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ 1 ഇയർ വാലിഡിറ്റിക്കുള്ളിൽ തന്നെ എടുത്തില്ലെങ്കിൽ ആ ഒരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ വാലിഡിറ്റിക്കുള്ളിൽ തന്നെ ഈ 2ാമത്തെ അറ്റംപ്റ്റ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർക്കുക, നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾ ഈ പറയുന്ന കണക്ക് തൃശ്ശൂരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങളൊരു 6 മാസം കഴിഞ്ഞ് തൃശ്ശൂർ നോക്കുമ്പോൾ ചിലപ്പോൾ തൃശ്ശൂർ ഡേറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ തൃശ്ശൂർ സെൻറ്റർ ഇപ്പോൾ നിലവിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള APCയിൽ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും നിയറായിട്ടുള്ളത് ഏത് സെൻറ്ററാണോ നിങ്ങളവിടെ എടുക്കുക. ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സാം സെൻറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു.